ആ ഐസിയുലെ പേഷ്യന്റ് കീഞ്ഞ് മയ്യത്തായിന്ന് എപ്പോ? 5 മിനിറ്റ് മുമ്പ്. എന്നിട്ട് താനാ വിവരം ബന്ധുക്കളോട് പറഞ്ഞോ? ആര്, ഞമ്മളോ? ഞമ്മളിത് എത്ര കണ്ടതാ മേടോ. ഞമ്മള് 2 ദിവസത്തേക്ക് ഓനെ വെന്റിലേറ്ററിലേക്ക് കയറ്റി. മിടുക്കൻ. ഇതാണ് ആത്മാർത്ഥതയുള്ള ജീവനക്കാരൻ. കണ്ടോ ഡാക്കിട്ടറെ? മരിച്ചാളെ വെന്റിലേറ്ററിൽ കയറ്റി പണം പിടുങ്ങുന്ന അത്ര വലിയ മിടുക്കൊന്നുമല്ല. എന്റെ അച്ഛൻ കോടികൾ മുടക്കി ഈ ഹോസ്പിറ്റലിൽ കെട്ടിപ്പൊക്കി തന്നതും തന്നെ എന്റെ തലയിൽ കെട്ടിവെച്ച് തന്നത് എന്തിനാ? പണം ഉണ്ടാക്കാൻ തന്നെയാ. അത് ആവശ്യത്തിന് ഉണ്ടാക്കിയ പോരെ, അല്ലാതെ രോഗികളെ ശുശ്രൂഷിച്ച് എനിക്ക് പുണ്യം നേടണ്ട. വത്സല മേഡം, ആ പേഷ്യന്റ് നമ്മള് വെന്റിലേറ്ററിലേക്ക് മാറ്റി സ്ഥിതിക്ക് ഫാർമസിയിൽ ചെലവാകാതെ കിടക്കുന്ന ഒരുപാട് മരുന്ന് അതൊക്കെ ഞാൻ 30 പേരിലോട്ട് എഴുതി വെച്ചിരിക്കണം. മരിച്ചവനും മരുന്നോ? എന്റെ മൊയ്ത് ഡോക്ടറെ, ഞാൻ എന്റെ ഈ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്വം മുഴുവൻ നിങ്ങളെ ഏൽപ്പിക്കട്ടെ? അതിന്റെ ഒന്നും ആവശ്യമില്ല മേഡം, ഞാനൊരു സാധാരണ ഡോക്ടറായിട്ട് നിന്നു. കണ്ട് പഠിക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ശരിക്കും MBBS പാസ്സായിണ്ടോ? അതെന്താ ഇപ്പൊ ഒരു സംശയം? ഈ മൊയ്ത് ഡോക്ടറൊക്കെ ഉണ്ടാക്കി തരുന്ന കാശിന്റെ 1% പോലും നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റണില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ വത്സല മേഡം, ഒരു കാര്യം പറയാലോ, നിങ്ങളെപ്പോലുള്ള മോനാളിമാർ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ നടത്തുമ്പോഴാണ് ഇന്നെപ്പോലുള്ള ഡോക്ടർമാർക്ക് വർക്ക് ചെയ്യാൻ ഒരു ഇത് കിട്ടുന്നത്. താങ്ക് യു മൊയ്തു. നോ മെൻസേ. ഡോക്ടർ വേഗം ബൈക്കിൽ ടിപ്പർ ഇടിച്ചതാ, ഒരുപാട് ചോര പോയി, മരിച്ചു എന്നാ തോന്നുന്നേ. മരിച്ചു നിങ്ങളാണ് തീരുമാനിക്കില്ല, നിങ്ങളാരും ഡോക്ടർമാരോ? പിന്നെ നമ്മൾ എന്തിനാ കുപ്പായിട്ട് നിൽക്കണം ഇവിടെ? നമ്മൾ നോക്കൂ, എന്നിട്ട് തീരുമാനിക്കൂ കേട്ടോ. കിടപ്പ് കണ്ടിട്ട് നഷ്ടക്കച്ചവടാന്നാ തോന്നണേ. അല്ല, ജീവണ്ട്. ഏതായാലും ഇപ്പൊ കൊണ്ടുവന്നു നന്നായി. എല്ലാരും ഒന്ന് പുറത്തിറങ്ങി കൊടുക്കി, മൂപ്പർക്ക് ഇത്തിരി കാറ്റ് പൊളിച്ചു കിട്ടട്ടെ. ഒന്ന് പുറത്തിറങ്ങി കൊടുക്കി എല്ലാരും. മാഡം, സംഭവം മയ്യത്തയക്കണ്. ശരിക്കും? എന്നാ പിന്നെ ഇയാളെ നേരെ ന്യൂറോ ICUലേക്ക് കൊണ്ടുപോവാം. അവിടെ ആകുമ്പോ 2 ബെഡ് ഒഴിവുണ്ടല്ലോ. ഏറ്റില്ലേ, പിടിച്ചൂടി, പോട്ടെ കൊണ്ട്. അതെ, അല്പം സീരിയസ് ആണ്. 48 മണിക്കൂർ കഴിയാൻ ഒന്നും പറയാൻ പറ്റൂല. പ്രാർത്ഥിച്ചോളി കേട്ടോ. ഇപ്പൊ ആക്സിഡന്റ് ആയി കൊണ്ടുവന്ന പേഷ്യന്റിന്റെ ബന്ധുക്കളാരാ? എന്താ? അതെ, പേഷ്യന്റിന് കഞ്ഞി വേണമെന്ന് പറയണ്ട്, വാങ്ങിക്കൊണ്ട് വന്നത്. രോഗിക്ക് നല്ല ആശ്വാസമുണ്ട്, കുറച്ച് ആപ്പിളും ഓറഞ്ചൊക്കെ വേണമെന്ന് പറയണ്ട്, വാങ്ങിക്കൊണ്ട് വന്നത് കേട്ടോ.